കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഹായ് സോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് BPSC 104 ഫ്രം BA പൊളിറ്റിക്കൽ സയൻസ്. നമ്മൾ BPSC 104 എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. സോ BPSC എന്ന് പറഞ്ഞാൽ 104 പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആണ് കോഴ്സ് ടൈറ്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗൈഡ് എന്തിനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണല്ലേ December 2025 ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന്റെ പാർട്ടാണ്. അപ്പൊ നിങ്ങൾ എക്സാമിന് മുന്നേ ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ പ്രാക്ടീസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതേപോലെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ്ലി ടേം എക്സാമിനേഷൻ പേപ്പേഴ്സ് ഫ്രം December 2021 തൊട്ട് June 2025 വരെയുള്ള പേപ്പർ നോക്കുമ്പോൾ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൈഡും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കാം. ഇതിൽ നമുക്ക് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. ഓരോ ബ്ലോക്കിലെ ഓരോ യൂണിറ്റ് എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത്, അതിന്റെ റെലവൻസ്, അതേപോലെ എത്ര തവണ അത് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. എക്സാമിന് ഏതൊക്കെ ടൈപ്പ് പാറ്റേൺസ് ആണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ, ഓക്കെ, ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് December 2025 അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ, അത് എത്രത്തോളം തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫൈനലി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. December 2025 നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും മാർക്കിംഗ് സ്കീം ആണെന്നുണ്ടെങ്കിലും ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗൈഡിൽ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഗൈഡ് നമ്മൾ ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ടേമിന്റെ എക്സാമിനേഷൻ കുറച്ച് സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമുക്ക് നോക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 2021 തൊട്ട് 2025 വരെ ചോദിച്ചിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസും, അതേപോലെ തന്നെ Y ആക്സിസിൽ ബ്ലോക്കുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കിയാൽ ബ്ലോക്ക് 1 നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 6, പിന്നീട് ബ്ലോക്ക് 3 വരുന്നുണ്ട്, പിന്നെ ബ്ലോക്ക് 5 വരുന്നുണ്ട്, പിന്നെ ബ്ലോക്ക് 2, ഫൈനലി ബ്ലോക്ക് 4. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിന്റെ ഒരു ഫിഗർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ടേബിൾ നമുക്ക് നോക്കാം. ബ്ലോക്ക് ഏത് ബ്ലോക്കാണ്, ബ്ലോക്കിന്റെ പേര്, യൂണിറ്റ് നമ്പർ, ആ യൂണിറ്റിലുള്ള ടോപ്പിക്, അതേപോലെ തന്നെ അപ്പിയറൻസ് കൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത്, റെലവൻസ്. ഓക്കെ, സോ ബ്ലോക്ക് 1 പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ സിസ്റ്റം, യൂണിറ്റ് 1 എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പിയർ ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ വന്നിട്ടുള്ളത് 12 ടൈംസ് ആണ്, റെലവൻസ് ഹൈ ആണ്. യൂണിറ്റ് 2 ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാഷണൽ റീജിയണൽ പാർട്ടീസ്, അപ്പിയറൻസ് കൗണ്ട് 9, റെലവൻസ് മീഡിയം. Unit 3 faces one party coalition, multi-party, appearance count 5 and relevance medium. Then block 2 determinants of voting behavior, unit 4 caste, class, gender, tribe, appearance count 10 and relevance high. Then unit 5 topic ethnicity, religion, language, appearance count 8, relevance medium. Then block 3 regional aspirations and movements, unit 6 autonomy movements, Bodo, Meghalaya, appearance 6 and relevance medium. Then unit 7 insurgency, northeast Punjab, Maoist വരുന്നത് അപ്പിയറൻസ് കൗണ്ട് 11 ആണ്, റെലവൻസ് വരുന്നത് ഹൈ ആണ്. Then 8 separate statehood 5 time appeared and medium ആണ് റെലവൻസ് വരുന്നത്. Block 4 religion and politics 9th unit secularism concept and debates 7 time appeared medium category. Then 10th unit communalism and media 5 time appeared medium relevance.
ഫിഫ്ത്ത് ബ്ലോക്ക് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, 11th യൂണിറ്റ് കാസ്റ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ ഇലക്ട്രൽ പൊളിറ്റിക്സ് 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം ആണ് റിലവൻസ്. 12th യൂണിറ്റ് കാസ്റ്റ് ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് വയലൻസ് റിസർവേഷൻ 11 ടൈം വന്നിട്ടുണ്ട്, ഹൈ ആണ് റിലവൻസ്. അഫർമേഷൻ ആക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 6 13th യൂണിറ്റ് റിസർവേഷൻ 14 ടൈം ചോദിച്ചിട്ടുണ്ട്, ഹൈ ആണ് റിലവൻസ്. 14th യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ സ്കീംസ് 10 ടൈം ചോദിച്ചിട്ടുണ്ട്, ഹൈ ആണ് റിലവൻസ് വരുന്നത്. ഓക്കെ, ഇതിന്റെ സ്കോറിംഗ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ അപ്പിയറൻസ് കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ റെലവൻസ് എന്നും, 5 to 9 അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം റെലവൻസ് എന്നും, ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ ലോ റെലവൻസ് എന്നുമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് മാപ്പ് സമ്മറി നോക്കാം. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റുകളുടെ നമ്പരും അതേപോലെ തന്നെ ഇവിടെ ഒരു കളർ കൊടുത്തിരിക്കുന്നത് ഓരോ ബ്ലോക്കിലെയും ഏത് യൂണിറ്റിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇവിടെ കളർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 2 എടുത്താൽ ഏത് യൂണിറ്റിനാണ്, യൂണിറ്റ് 10 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11, ബ്ലോക്ക് 4 യൂണിറ്റ് 7, then ബ്ലോക്ക് 5 യൂണിറ്റ് 11, ബ്ലോക്ക് 6 യൂണിറ്റ് 14. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ആ ഒരു യെല്ലോ കളർ ഗ്രീൻ കളർ ഒക്കെ ഉള്ളതാണ് ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ്. ഇനി നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിസർവേഷൻ ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ യൂണിറ്റ് 13 ആണ്, എല്ലാ ഇയറിലും വന്നിട്ടുണ്ട്. ഫോക്കസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സോഷ്യൽ ഡിബേറ്റ്സ്. അടുത്തത് പാർട്ടി സിസ്റ്റം എവല്യൂഷൻ യൂണിറ്റ് 1 ആണ്, കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടെസ്റ്റിംഗ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് ക്രോണോളജി. കാസ്റ്റ് ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് ഫ്രം യൂണിറ്റ് 12 കുറച്ച് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനെ ടോപ്പ് 3 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോങ് എസ്സേ മാർക്ക് വരുന്ന 20 മാർക്കാണ്, ഇൻ ബിറ്റ്വീൻ 400 വേർഡ്സിനുള്ളിൽ എഴുതണം. ഒക്വറൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോൺസെപ്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ ഡെപ്ത് വേണം, അതുപോലെ തന്നെ ആർഗ്യുമെന്റേഷൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫോർമാറ്റ് ഷോർട്ട് നോട്ട് ആണ്, 2x10 അല്ലെങ്കിൽ 2x200 വേർഡ്സ്. ഓക്കെ, 10 മാർക്കിന് 200 വേർഡ്സിലാണ്, 180 to 220 വേർഡ്സ് ഇൻ ബിറ്റ്വീൻ വേർഡ്സിലാണ് എഴുതേണ്ടത്. 10 മാർക്ക് ആയിരിക്കും ഓരോന്നിനും, അങ്ങനെ 20 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിട്ടും ക്വസ്റ്റ്യൻ നമ്പർ 8 ആയിട്ടും ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഒരു ടോപ്പിക്കിന്റെ ആക്യുറസി അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, കൺസൈസ് പ്രസന്റേഷൻ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടോപ്പിക്സുകളായിരിക്കും ചോദിക്കുന്നത്. അടുത്തത് തീമാറ്റിക് ഡിസ്കഷൻ ആണ്, 20 മാർക്കിന് 400 വേർഡ്സ്, 80% ഓഫ് പേപ്പേഴ്സും ഇത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് റിക്വസ്റ്റ് കമ്പാരിസൺ ലൈക്ക് ഗ്രോത്ത് വേഴ്സസ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അടുത്തത് ഡെഫിനിഷൻ പ്ലസ് എക്സ്പ്ലനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്, 10 to 20 മാർക്ക് ആയിരിക്കും, 250 തൊട്ട് 300 വേർഡ്സിനുള്ളിൽ എഴുതുക. 60% പേപ്പറിലും ഇത് ഒക്കോർ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ കോൺസെപ്റ്റുകളുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റുകളുടെ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൂടുതലും തവണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ടോപ്പ് 4 ഏതൊക്കെയാണ് ഫോർമാറ്റ് വരുന്നത്? ലോങ് എസ്സേ വരുന്നുണ്ട് 20 മാർക്ക്, ഷോർട്ട് നോട്ട് വരുന്നുണ്ട് 10 മാർക്കാണ്, കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് എസ്സേ 20 മാർക്ക്, കോൺസെപ്ച്വൽ ഡെഫിനിഷൻസ് 10 to 15 മാർക്ക്. ഓക്കെ, സോ ഇത്രയും ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും ഇപ്പൊ നമ്മൾ ഒരു ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മാർക്ക്, അതിന്റെ ഒരു ഷെയർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രം ബ്ലോക്ക് 1 പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സിസ്റ്റം 20% ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 വോട്ടിംഗ് ബിഹേവിയർ 15%, 15%. ബ്ലോക്ക് 3 റീജിയണൽ ആസ്പിറേഷൻസ് 15%, ബ്ലോക്ക് 4 റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് 10, ബ്ലോക്ക് 5 കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് 20, ബ്ലോക്ക് 6 അഫർമേറ്റീവ് ആക്ഷൻ 20. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് അല്ല, സോറി, മാർക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു പെർസെന്റേജിലാണ് മാർക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കാം. ഇവിടെ ബ്ലൂ കളറിൽ എസ്സേ ഉണ്ട്, ഓറഞ്ച് കളറിൽ ഷോർട്ട് നോട്ട്, ഗ്രീൻ കളറിൽ കമ്പാരിറ്റീവ് ആൻഡ് റെഡ് കളറിൽ കോൺസെപ്ച്വൽ. അപ്പം ഈ ഒരു ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഓരോ ഇയറിലും ചോദിച്ചിട്ടുണ്ടോ, അതിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് കാണാം ഓരോ ചില ഇയറിലൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഡിസംബർ 2024 തൊട്ട് ജൂൺ 2025 വരെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ടും അതുപോലെ കമ്പാരിറ്റേറ്റീവും കോൺസെപ്ച്വലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ്. Comparative questions have grown from 10% 2021 to nearly 20%. Okay, 2022 2024 വന്നപ്പോൾ 10% മാത്രമായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടാണ്. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് 20% ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് അത് റിമെയിൻ ചെയ്തിട്ടുള്ളത്.
ലൈക്ക് 25 to 30% വെയിറ്റ് ആണ്. എസ്സേയും വിച്ച് റിമൈൻസ് ആസ് എ ബാക്ക് ബോൺ കൺസിസ്റ്റന്റ്ലി നമ്മളുടെ ഓരോ സെഷൻസിലും 45 to 55% ടോട്ടൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എസ്സേയിൽ നിന്നുമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് വേണ്ടിയിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. 3 മണിക്കൂറിനുള്ള എക്സാം ആയിരിക്കും, 100 മാർക്കിനായിരിക്കും വരുന്നത്. സോ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 3 into 20 60 മാർക്കിനായിരിക്കും. 20 മാർക്കിന്റെ 3 അത് 35 മിനിറ്റ് ഓരോന്നിന് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ മൊത്തം ഒരു 110 മിനിറ്റ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അടുത്ത ഷോർട്ട് നോട്ട് എടുത്താൽ 20 മാർക്കിന് 10 മാർക്കിന് 2 ഒരു എസ് എ 2 എസ് എ 35 മിനിറ്റ് വെച്ച് ഒരു എസ് എക്ക് 17 മിനിറ്റ് വെച്ച് കൊടുക്കാം. അടുത്തത് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ആണെന്നുണ്ടെങ്കിൽ 20 മാർക്കിന് 35 മിനിറ്റ് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എല്ലാ ആൻസേഴ്സും ഒന്ന് റിവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. നമുക്ക് ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്കസ് എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ, അപ്പിയറൻസ് കൗണ്ട് 5. Question number 2, analyze the role of caste and class in voting behavior, appearance count 4. Question number 3, define insurgency and discuss its causes in India, appearance count 4. Fourth question, explain the politics of reservation, affirmative action, appearance count 4. Fifth one, discuss the features of autonomy or regional movements in India, question number 3. Sixth one, evaluate the characteristics of national and regional parties, question number 3. Seventh one, describe the meaning and scope of development in India, question number 3. Appearance count 3 ആണ് വരുന്നത്. Question number 8, explain the contemporary debate on secularism in India, appearance count 3 ആണ്. Ninth one, write short notes on caste based organizations and movements, appearance count 3 ആണ്. 10th one, analyze the determinants of voting behavior, 3 times വന്നിട്ടുണ്ട്. Okay, so questions 1 to 4 collectively appeared in almost every session. 2021 തൊട്ട് നമുക്ക് നോക്കിയാൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് കുറെ തവണ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് എല്ലാ ഇയറിലും 2021 തൊട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ടേബിൾ ആണ്. ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതിന്റെ ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ബ്ലോക്ക് 1 യൂണിറ്റ് 1 and 3, average mark 20. Caste and class and voting behavior, block 2 unit 4, average mark 20. Insurgency in India, block 3 unit 7, 20 mark. Reservation or affirmative action, block 6 unit 13, 20 mark. Autonomy regional movements, block 3 unit 6, 20 mark. National versus regional parties, block 1 unit 2, 20 mark. Development and welfare, block 6 unit 14, 10 to 20 mark. Secularism debate, block 4 unit 9, 20 mark. Caste based organizations, block 5 unit 11, 10 to 20 mark. Determinants of voting behavior, block 2 unit 4 to 5, 20 mark. Okay, ഇനി ഈ പറയുന്ന ഹൈ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ള സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്കും 5 മിനിറ്റ് അതിന്റെ ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നോക്കുക. 12 to 15 മിനിറ്റിൽ ഒരു ഫുൾ എസ്സേ മേക്ക് ചെയ്യുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഈ പറയുന്ന റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എത്ര പെർസെന്റേജ് ഈ പറയുന്ന ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എക്സാമിലേക്ക്. അപ്പം ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 62%, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 38% ആണ്. ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സിസ്റ്റം, യൂണിറ്റ് 1, evolution of party system in India, probability 80, category high.
Unit 2, National and Regional Parties, Probability 60, Category Medium. Unit 3, Coalition Politics and Phases of Party System, Probability 50, Category Medium. Block 2, Voting Behavior, Unit 4. അതിൽ നമ്മുടെ ടോപ്പിക് ഡിറ്റർമിനൻസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ, പ്രോബിലിറ്റി 70, കാറ്റഗറി ഹൈ. യൂണിറ്റ് 5, റോൾ ഓഫ് എത്നിസിറ്റി ആൻഡ് റിലീജിയൻ, പ്രോബിലിറ്റി 40, കാറ്റഗറി മീഡിയം. നെക്സ്റ്റ് ബ്ലോക്ക് 3, റീജിയണൽ ആസ്പിറേഷൻ 60 യൂണിറ്റ്, ഓട്ടോണമി മൂവ്മെന്റ്സ് 40% മീഡിയം പ്രോബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ 7th യൂണിറ്റിലെ ഇൻസർജൻസി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ 60 പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി. 8.1 മൂവ്മെന്റ്സ് ഓഫ് 4 സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് 8th യൂണിറ്റിലെയാണ്, 40 ആണ് പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി. 4th ബ്ലോക്കിലെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് യൂണിറ്റ് 9, സെക്യുലറിസം കോൺസെപ്റ്റ് ആൻഡ് ഡിബേറ്റ് 50% പ്രോബിലിറ്റി വരുന്നത്, മീഡിയം കാറ്റഗറി. 10th യൂണിറ്റ് കമ്മ്യൂണലിസം ആൻഡ് മീഡിയ 30 പ്രോബിലിറ്റി ലോ കാറ്റഗറി. 5th ബ്ലോക്കിലെ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് യൂണിറ്റ് 11, കാസ്റ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ ഇലക്ട്രൽ പൊളിറ്റിക്സ് 70 ആണ് പ്രോബിലിറ്റി, ഹൈ ആണ് കാറ്റഗറി വരുന്നത്. 12th വൺ കാസ്റ്റ് ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് 80% ആണ് വരുന്നത് ആൻഡ് ഹൈ ആണ് കാറ്റഗറി. ദെൻ 6th ബ്ലോക്കിലെ അഫോർമേറ്റീവ് ആക്ഷനിലെ 13th യൂണിറ്റിലെ ടോപ്പിക് റിസർവേഷൻ പോളിസീസ് 90 പ്രോബിലിറ്റി, ഹൈ കാറ്റഗറി. 14th യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ സ്കീംസ് 60 പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾസോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയും ഒരു ഈക്വൽ ടു 70% അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 70% ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ പ്രോബിലിറ്റിയിലേക്ക് നമ്മൾ പുട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം, ഡിറ്റർമിനൻസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ, കാസ്റ്റ് പൊളിറ്റിക്സ്, റിസർവേഷൻ. ഒരു ഫുൾ എസ്സേ ഡ്രാഫ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക, ടൈം ലൈൻ ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇനി മീഡിയം പ്രോബിലിറ്റി വരുന്നത് 40 to 69% ഇൻ ബിറ്റ്വീൻ ആണ്. ടോപ്പിക്സ് കോalition പൊളിറ്റിക്സ്, എത്നിസിറ്റി, ഇൻസർജൻസി, സെക്യുലറിസം, ഡെവലപ്മെന്റ്. സ്ട്രാറ്റജി ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, 250 വേർഡ് സമ്മറീസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇഗ്നോയിന്റെ ബ്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക ഈ ടോപ്പിക്സിൽ. ഓക്കെ, ലോ പ്രോബിലിറ്റി ലെസ് ദൻ 40% ടോപ്പിക്സ് കമ്മ്യൂണലിസം ആൻഡ് മീഡിയ, മൈനർ മൂവ്മെന്റ്സ്. ഓക്കെ, സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. 1 പാരഗ്രാഫ് റെഡി നോട്ട്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഫോർ ക്വിക്ക് റീകോൾ. നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന BPSC 104 പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാക്സിമം മാർക്ക് 100 ആണ്, 3 ആണ് ടൈം വരുന്നത്. എല്ലാ 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും 20 മാർക്കാണ്. സെക്ഷൻ 1, analyze evolution of political parties and the party system in India from the period of Congress dominance to the contemporary coalition era. Question number 2, how do caste, class and gender intersect to influence voting behavior in India? Substantiate your answer with suitable illustrations. Question number 3, discuss emergence and major features of regional autonomy movements in India, referring to at least 2 cases from different regions. Question number 4, write short notes on the following in about 200 words each. A section, classification of national and state parties by the Election Commission of India. B, influence of traditional media and social media on electoral choices. Section 2, 5th one, examine the contemporary debates on secularism in India, focusing on competing interpretations of the constitutional idea of a secular state. 6th one, explain the rights of caste-based organizations in India and evaluate their impact on political process beyond electoral competition. 7th one, discuss objectives, key provisions and major controversies surrounding reservation, policies for scheduled castes, scheduled tribes and other backward classes in India. 8th one, write short notes on the following in about 200 words each. A, insurgency in Northeast India, principal causes and challenges for the Indian state. B, development through welfare schemes in India, streets and development model. Okay, സോ ഈ ക്വസ്റ്റ്യൻ 2 സെക്ഷനെ സെക്ഷൻ 2 ആയിട്ടുണ്ട്. സെക്ഷൻ 1 and 2 ആയിട്ട് ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോഴാണ് മാർക്ക് കിട്ടുക നമ്മുടെ ഒരു മാർക്കിംഗ് സ്കീം ഒക്കെ അനുസരിച്ചിട്ട്. സോ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഇതുവരെയും ക്ലാസ്സസ് കാണാത്ത ആളുകളാണെങ്കിൽ പോലും I'm sure that you will get an idea regarding this paper. Okay, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. അപ്പോൾ എക്സാം സ്കിപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് എക്സാം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗൈഡ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.
ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യണ്ടേ ഒരു ഗൈഡിൽ ഉള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു റീക്യാപ്പിന് വേണ്ടിയിട്ടൂടെയാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.